എടാ അപ്പോൾ ശതമാനം എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇത്. ഒരാൾ തൻ്റെ വരുമാനത്തിൻ്റെ 40% ഭാര്യയ്ക്കും 30% മക്കൾക്കും നൽകി. ബാക്കി അയാളുടെ കൈവശം 3000 രൂപയുണ്ടെങ്കിൽ അയാളുടെ വരുമാനം എത്ര? അപ്പോൾ നമുക്കിവിടെ അയാളുടെ ആകെ വരുമാനമാണ് കണ്ടുപിടിക്കേണ്ടത്. ആകെ വരുമാനം നമുക്കെല്ലാവർക്കും അറിയാം. ആകെ തുക അല്ലെങ്കിൽ ആകെ വരുമാനം നമ്മൾ ശതമാനത്തിൽ പറയുമ്പോൾ എത്രയാണ് പറയുന്നത്? ആകെ എന്ന് പറയുമ്പോൾ ആകെ വരുമാനം നമ്മൾ ശതമാനത്തിൽ പറയുമ്പോൾ 100%-അല്ലേ പറയുന്നത്? ആകെ 100%. ഈ 100%ആയിരുന്ന അയാളുടെ വരുമാനത്തിൽ നിന്നും 40% ഭാര്യയ്ക്ക് കൊടുത്തു. അപ്പോൾ ഭാര്യയ്ക്ക് അയാൾ എത്രയാണ് കൊടുത്തത്? 40% ഭാര്യയ്ക്ക് കൊടുത്തു, 30% മക്കൾക്ക് കൊടുത്തു. അപ്പോൾ മക്കൾക്ക് എന്ത് കൊടുത്തു? അയാൾ 30% മക്കൾക്കും കൊടുത്തു. ബാക്കി അയാളുടെ കൈവശം 3000 രൂപയുണ്ട്. അതായത് ആകെ വരുമാനം 100% ആയിരുന്നതിൽ നിന്നും 40% ഭാര്യയ്ക്കും 30% മക്കൾക്കും കൊടുത്തതിന് ശേഷം അയാളുടെ കൈവശം 3000 രൂപയുണ്ടായിരുന്നു. അതായത് അയാൾ 40 + 30 70% അയാൾ ചിലവാക്കി. അതായത് ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ചിലവാക്കിയതിന് ശേഷം 3000 രൂപ അയാളുടെ കയ്യിൽ ബാക്കിയുണ്ടെന്ന് പറഞ്ഞാൽ 70%, 100-ൽ നിന്നും 70% പോയാൽ ബാക്കി എത്രയാണ്? 30% ഉള്ളേ ഉള്ളത്. ഈ 30% അല്ലേ ഇവിടെ 3000 എന്ന് പറയുന്നത്? 30%-മാണ് 3000 എന്ന് പറയുന്നത്. അതായത് ആദ്യം 100% അയാളുടെ ഉണ്ടായിരുന്നു, 40% അയാൾ എന്ത് ചെയ്തു? ഭാര്യയ്ക്ക് കൊടുത്തു. അപ്പോൾ 100-ൽ നിന്ന് 40% കുറയുകയാണെങ്കിൽ 60%. ആ 60%-ൽ നിന്ന് 30% മക്കൾക്ക് കൊടുത്തു. അതായത് 60-ൽ നിന്ന് 30 പോയാൽ 30%. ആ ബാക്കിയുള്ള 30%-മാണ് ഇവിടെ 3000. അതായത് അത് പോയതിനു ശേഷം അയാളുടെ കൈവശം 3000 രൂപയുണ്ടെന്ന് ചോദ്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ 30%-മാണ് ഇവിടെ 3000. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? അയാളുടെ വരുമാനം എത്ര രൂപയെന്നല്ലേ കണ്ടുപിടിക്കേണ്ടത്? വരുമാനം 100%-ആണെന്ന് നമുക്കറിയാം. 30% ഇവിടെ 3000 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 100% കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ പോരെ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 3000 × 100 ഡിവൈഡഡ് ബൈ 30 എന്ന് വരും. 30 ക്യാൻസൽ ചെയ്യാമല്ലോ. 100 ബാക്കി 100 × 100 = 10000 രൂപയാണ് അയാളുടെ വരുമാനം. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്.